നമസ്കാരം. അലക്കി തേച്ച ഒരു ഡ്രസ്സ് വയ്ക്കാൻ വയ്യ, കുളിക്കാൻ വെള്ളം കിട്ടുന്നില്ല എന്ന് തുടങ്ങി മുഖ്യമന്ത്രി എന്തെല്ലാം പന്നം പറച്ചിലുകളാണ് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയത്. മന്ത്രി മന്ദിരങ്ങളിലെ പരപ്പട്ടി ശല്യം കൊണ്ട് പൊറുതിമുട്ടി ഉറക്കമില്ല. എന്റെ അമ്മോ! ഇതോടെ മന്ത്രിമാരുടെ ഉറക്കം കെടുത്തുന്ന മരപ്പട്ടിയെ കുറിച്ചുള്ള ചർച്ചകളും കേരളത്തിലുണ്ടായി. പലരും വിരൽ ചൂണ്ടിക്കാണിച്ചു. എന്നാലും എന്റെ പൊന്നു മുഖ്യ, ഇമാതിരി ദാരിദ്ര്യം പറയേണ്ട ആവശ്യമുണ്ടോ? പൊതുജനത്തിന് തന്നെ നാണക്കേടായി പോയി. ഇക്കാര്യമൊക്കെ പറഞ്ഞത് എന്തിനാണോ ആവോ? ഞാനും എന്റെ പിണിയാളുകളുമാണ് കേരളത്തിലെ ഏറ്റവും ദാരിദ്ര്യവാസികൾ എന്നറിയിക്കാനാണോ? എങ്കിലത് വെറുതെയായി. മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണത്തിന് മുമ്പ് 1/2 കോടി രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചെന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് ഈ പ്രതികരണം വരുന്നതിന് മുൻപേ 1/2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഈ മാസം 26-നാണ് മന്ത്രിമാരുടെ ബംഗ്ലാവുകളിൽ അറ്റകുറ്റപ്പണികൾക്കായി 48.91 ലക്ഷം രൂപയുടെ ഭരണാനുമതി പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവിറങ്ങിയത്. ക്ലിഫ് ഹൗസ് ഉൾപ്പെടെ മന്ത്രിമന്ദിരങ്ങളിൽ മരപ്പട്ടി ശല്യം രൂക്ഷമാണെന്നായിരുന്നു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. പണം ലഭ്യമാക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള വിമർശനങ്ങൾക്ക് മുൻകൂർ പ്രതിരോധമായും ഈ നീക്കത്തെ വിലയിരുത്തുന്നുണ്ട്. തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് രാജഭരണകാലത്ത് നിർമ്മിച്ച ബംഗ്ലാവുകളിലും വീടുകളിലുമാണ്. മന്ത്രി മന്ദിരങ്ങളുടെ പഴയ തട്ടിൻപുറങ്ങളിൽ അന്തേവാസികളായി മരപ്പട്ടിയും എലിയും ഉൾപ്പെടെയുള്ളവ ചേക്കേറുന്നതിന് കാരണവും കെട്ടിടങ്ങളുടെ പഴക്കം തന്നെയാണ്. ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യം കാരണം വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വയ്ക്കാനോ വെള്ളം തുറന്നു വയ്ക്കാനോ കഴിയാത്ത അവസ്ഥയാണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ തടി കൊണ്ടുള്ള മച്ചിലാണ് മരപ്പട്ടികൾ ഓടി നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മരപ്പട്ടിയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന കന്റോൺമെന്റ് ഹൗസിൽ പാമ്പുമുണ്ട്. ഒപ്പം കീരികളും എലികളും ധാരാളം. 1 വർഷം മുമ്പ് രാജ്ഭവനിലെ മരപ്പട്ടി ശല്യം കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ചുകാലം ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നു. മന്ത്രി വി ശിവൻകുട്ടിയുടെ വസതിയായ റോസ് ഹൗസ്, വി അബ്ദുറഹിമാൻ താമസിക്കുന്ന കവടിയാർ ഹൗസ്, ആർ ബിന്ദു താമസിക്കുന്ന സാനഡു എന്നിവിടങ്ങളിൽ മരപ്പട്ടി ശല്യം രൂക്ഷമാണത്രേ. അതേസമയം പഴക്കമുള്ള മന്ത്രി മന്ദിരങ്ങൾ പലതും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ മന്ത്രിമാർക്ക് പൊതുവെ മടിയാണെന്ന് മുൻ മന്ത്രി ആന്റണി രാജു പറഞ്ഞിരുന്നു. മന്ത്രി മന്ദിരങ്ങൾ നവീകരിച്ച കണക്ക് വരുമ്പോൾ സ്വന്തം പേരിൽ വലിയ കണക്ക് വരുന്നത് വിവാദമാകുമെന്ന ഭയമാണ് പലർക്കും. വലിയ സൗകര്യങ്ങളോടെ താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നത് തെറ്റിദ്ധാരണ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വെച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുമെന്ന സ്ഥിതിയാണ്. വലിയ സൗകര്യങ്ങളോട് താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത്. ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ എന്താണ്? രാവിലെ ഇടേണ്ട ഷർട്ട് ഇസ്തിരിയൊക്കെ ഇട്ട് വെച്ചുവെന്ന് വിചാരിക്കുക. കുറച്ചു കഴിയുമ്പോൾ അതിന്റെ മേൽ വെള്ളം വീഴും. ഏതാ വെള്ളം? മരപ്പട്ടി മൂത്രമൊഴിച്ച വെള്ളം. സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തോടെ വെക്കാൻ പറ്റില്ല. അതെടുത്ത് കുടിക്കാൻ അടച്ചു തന്നെ വെക്കണം. അപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീഴുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട്. ക്ലിഫ് ഹൗസ് അങ്ങനെ ഒന്നാണ്. ഈ അനുഭവം എവിടെ നിന്നെങ്കിലും കേട്ടതല്ല, എന്റെ അനുഭവമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മതിയായ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ പണം ചെലവഴിക്കുന്നത് ദുർവ്യയമല്ല. എന്തിനും അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത. വിവാദങ്ങൾ നടന്നോട്ടെ, ആവശ്യമായ കാര്യങ്ങൾ നടക്കുക എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. നന്ദി.